Start the vlog. Hey guys, welcome to D Vlogs. ഹലോ, ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗ് ആവാം. നിങ്ങൾ ഇപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്കൊക്കെ പോവാണ്. എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ വെറുതെ റൂമിലിരിക്കല്ലേ. ഇന്ന് എനിക്ക് അത്ര സമയമൊന്നും വേണ്ട. ഇപ്പൊ ഗൈസ് നമുക്ക് റെഡി ആവാം. എവിടെയാ പോന്നെ? അങ്ങനെയാണ് എനിക്ക് എന്തൊക്കെയോ സാധനം വാങ്ങിക്കാണ്ട്. ഞാൻ റെഡി ആവട്ടെ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷടപടയിൽ നിന്ന് റെഡി ആവാം. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാൻ മുടി കെട്ടിയിട്ടില്ല. മുടി കെട്ടാതെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പകുതി എൻ്റെ മുടിയിലിരിക്കും. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് ഫസ്റ്റ് കെട്ടി വെച്ചു. എനിക്ക് അർജൻറ്റായിട്ട് 2-3 സാധനങ്ങൾ വേണ്ടതുണ്ട്. പിന്നെ വീട്ടിലേക്കും പിന്നെ അശിക്കും എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഞാൻ റെഡിയായി. അശിയാണെങ്കിൽ എന്നെക്കാൾ എത്രയോ മുന്നേ റെഡിയായിട്ട് അവിടെ ഫോണിൽ നോക്കി കിടക്കുവാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ റെഡിയായി 5 മിനിറ്റ് കൊണ്ട് അശിക്ക് റെഡി ആവാൻ പറ്റുന്നു. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇറങ്ങാം. എൻ്റെ ചോദ്യം കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ആകെ കൂടെ 2 ചെരുപ്പുണ്ട്, ഞാനും ഉണ്ട്. എന്നിട്ട് ചോദ്യം കേട്ടാൽ വിചാരിക്കും എനിക്കൊരു 5-10 ചെരുപ്പുണ്ടെന്ന്. ചുമ്മാതാ. അപ്പോൾ ദാ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അശി വീട്ടിലുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല. അശീൻ്റെ കൂടെ എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാൻ, പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ രാത്രി സഞ്ചാരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുപോവുകയാണ് ലുലുവിലേക്ക്. ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞതല്ല, എന്നാലും ഇപ്പോൾ സഹിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെയെന്നോ ഉച്ചയെന്നോ രാത്രിയെന്നോ ഇല്ലാണ്ട് ഏത് സമയത്ത് ഇറങ്ങിയാലും ഒരേപോലെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അശി മാല കുറച്ച് കയറിപ്പോയി. കാത്തു തരുമോ? കുറച്ചുകൂടെ മേലോട്ട് കുടിക്കിട്ടോ. അല്ല, കുറച്ചുകൂടി താവണം. രണ്ടെണ്ണം മേലോട്ടിട്. എന്തുവാ? ഓക്കെ, കൊടുക്ക. ആദ്യം നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ലുലുവിലേക്കാണ്. അവിടെ നിന്നുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. അത് ഞാൻ അപ്പോൾ പറയാം. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വണ്ടറടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സൺലൈറ്റ് ഇങ്ങനെ ഡയറക്റ്റ് അടിച്ചിട്ട് നല്ല കളർ കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഫസ്റ്റ് തൊട്ടിങ്ങനെ, അതായത് നമ്മളെ നാട്ടിലെ പോലെ ഫസ്റ്റ് ഓടിക്കാനുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ റോഡിലൂടെ ഫുള്ള് നമുക്ക് പഠിപ്പിച്ചല്ലേ. ഫുള്ള് തറാക്കിയിട്ട് അത് നാട്ടിലും അങ്ങനെ തന്നെയല്ലേ. അതല്ല, പിന്നെ ഇപ്പം നാട്ടിലെന്ന് വെച്ചാൽ എന്താ, ജസ്റ്റ് ആ ഒരു അച്ചെടുക്കാനും പിന്നെ റോഡ് ടെസ്റ്റിനും വേണ്ടി ഒന്ന് ട്രയൽ ആക്കുന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ തറാക്കുന്നൊന്നുമില്ലല്ലോ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, താനിപ്പോ ഒരാളാണെങ്കിൽ തനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ട്രെയിനറും ഉണ്ടാവും, ഒരു വണ്ടി ഉണ്ടാവും. നമ്മളെ ഫുൾ അത്രയും തറാക്കിയിട്ടേ ഒരു മണിക്കൂർ ട്രെയിനിങ് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. അല്ല, നമ്മളെ നാട്ടിലുള്ള പോലെ 2 സൈഡിലും ഈ ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ടാവും. പക്ഷെ ഓരോ അതിൻ്റെ തൊടൂല.
പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും ഇതിലേക്ക് പോവാണെങ്കിൽ അന്നിപ്പം മാത്രം അതപ്പോ അങ്ങനെ തന്നെയല്ലേ നാട്ടില്. അതൊന്നുമല്ല, നാട്ടില് ഒരിടത്ത് തന്നെ ഫുൾ കൺട്രോൾ. നമ്മളെ പറ്റിക്കല്ലേ. അതുപോലെ നാട്ടിലെ വണ്ടി എന്ന് വെച്ചാൽ മറ്റേ ഇതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളിലതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ള അങ്ങനെയല്ല. പിന്നെ ഇവിടെ ഓരോതുപോലെ ഇവിടെ VIP കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഓടിക്കാൻ വല്ല ലാൻഡ് ക്രൂസറോ വല്ല പെട്രോളൊക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ BMW ഉണ്ടാവും, പോർഷെ ഉണ്ടാവും. VIP എടുത്താലോ? ഞാൻ VIP ആയിരുന്നു എടുത്തത്. സീരിയസ്ലി ഞാൻ VIP എടുത്തത് എന്ന് വെച്ചാൽ നോർമൽ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും ലൈസൻസിന്റെ ടെസ്റ്റിന് ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതാ പഠിച്ചേ? VIP. ഏതിലാ പഠിച്ചേ? പെട്രോൾ. ഏത്? നിസാൻ പെട്രോൾ. പെട്രോളോ? എന്നെ പഠിപ്പിക്കൂലേ? നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് അത്രയും കാലമായിട്ട് ആകെ എനിക്കൊന്ന് ഇന്ത്യ റോഡിൽ താൻ വണ്ടി ഓടിച്ച ഒരു പ്രാവശ്യം മാത്രമാണ്. പിന്നെ അല്ലാതെ ഫോഡ് ഓടിച്ചത് അന്ന് മൈസൂര് പോയപ്പോ. അല്ലാണ്ട് താൻ തൊട്ടിട്ടില്ലല്ലോ, വീട്ടിലൊരു വണ്ടി ഉണ്ടായിട്ട് പോലും തൊട്ടിട്ടില്ലല്ലോ. അതില്ല, പക്ഷെ അതെനിക്ക് ഓടിക്കാൻ ഇഷ്ടല്ല. തരാഞ്ഞിട്ടാ അച്ഛൻ പറ്റിച്ചു. കാണുന്നില്ലേ? ഇവിടെ തന്നെയാ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അർജൻറ്റായിട്ട് 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അല്ലാതെ പിന്നെ കുറച്ച് സാധനങ്ങളും. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് വിചാരിച്ച് വന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ വേറെയും ഐറ്റംസൊക്കെ എടുത്തിട്ട് എന്ന് വരും. അത് സ്വാഭാവികം. വാ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കാം. അടിയിൽ ദിവ്യൻ്റെ അല്ലേ അത്? ഇതില് വെള്ളം ഉണ്ടല്ലോ. ശീ എന്നാ ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്ന ചെടിയൊക്കെ നനയ്ക്കാണ്. ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ പേടിച്ചേ. സ്പൂണ് വേണം, വെറുതെ രസം. ഇവിടെ ഒന്നുമില്ല എടുക്കാൻ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ആഹാ, എന്തൊരു സ്നേഹം. സമ്പന്നനായ ഭർത്താവ്. എനിക്ക് കുറുക്കുറയാ വേണ്ടത്. ഇല്ലാത്ത സാധനം എനിക്ക് വേണ്ടി വരില്ല. കുറുക്കുറ നോക്കണ്ടോന്ന്? കുറുക്കുറ പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ട്. നോക്കാണ്ട് അങ്ങോട്ട് പറയുക അല്ലേ? ഇല്ലാന്ന്. അത് കാറ്റ് കഴിഞ്ഞതോ? നല്ല ഉണ്ടോ? ഉണ്ടോ? നല്ല കഴിക്കോ? അന്നടുത്ത് ഇതിന് മാത്രം ഉണ്ടല്ലോ. താങ്കൾ ലുലുവില് മൊത്തം മേക്കപ്പ് സാധനം വാങ്ങിക്കുന്നുണ്ടോ? വെക്കുവോ? പാലെടുക്കാം. നടന്നതേ നട്ട്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് നട്ട്സൊക്കെ എടുത്തു. അങ്ങനെ നമുക്ക് വിചാരിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിചാരിക്കാത്ത സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ എന്തൊക്കെ വിചാരിച്ച് വന്നാലും ഇവിടുന്ന് ഓരോന്ന്
പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വേണ്ട സാധനത്തിൻ്റെ അടുത്തേക്ക് മാത്രമല്ല പോകുന്നത്, ഫുള്ളിങ്ങനെ ചുറ്റി നടക്കും. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ അറിയാതെ എടുത്തിട്ട് പോവും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതും ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കൂ. ഓക്കെ, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ ഇനി തിരിച്ച് പോവുകയാണ്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് എല്ലാം കൂടെ ഒന്ന് നോക്കി, എല്ലാ സാധനവും ഇല്ലേ, പിന്നെ ബില്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞതാ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അശിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലുലുലു നോക്കി, ബട്ട് അവിടെ കണ്ടില്ല, കിട്ടിയില്ല. അപ്പം നേരെ ബി ബി സെഡിലോട്ട് പോയി. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നേരെ അവിടെ പോയപ്പോൾ പിന്നെ ഞാനും കുറേ ഐറ്റംസൊക്കെ കണ്ടു. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറേ ഫുഡ് വെയർസൊക്കെ നോക്കി, നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ ഗേൾസിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ, ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും എടുക്കില്ല എന്നറിയായിരിക്കും, എന്നാലും നമ്മൾ അവിടെയുള്ള കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട് അത് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു തരം സന്തോഷം കിട്ടും. എനിക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഫുള്ളൊന്ന് നോക്കി, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതുമാത്രമല്ല, അശിയാണെങ്കിൽ എന്നെ അങ്ങോട്ട് പോകരുത് എന്ന് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത്, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. നേരെ വന്നിരിക്കുന്നത് മത്തർ കദീമിലുള്ള ബിക്കിനീർ വാലയിലേക്കാണ്. ഇവിടുന്ന് ഞാൻ ചാട്ട് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കണമെന്ന് കുറേ വിചാരിക്കുന്നു. ഇവിടെ നല്ല അടിപൊളി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേടാസൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. എനിക്ക് ഇവിടുത്തെ ഈ ഒരു പേടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ ബേൽപൂരിയാണ് വാങ്ങിക്കുന്നത്. ഇത് കുറേ വിചാരിക്കുന്നു ബേൽപൂരി കഴിക്കണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടൈപ്പ് ഓഫ് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ. അങ്ങനെ അത് ബേൽപൂരി ഓർഡർ ചെയ്ത് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. 2 എണ്ണം പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല, വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഫൈനലി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. 2 ബോക്സിലായിട്ട് കിട്ടി. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണം, എന്നിട്ട് മാക്കൊന്ന് കഴിക്കണം. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് ചായ ഒന്നും കുടിച്ചില്ല. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഷവർമയും കൂടെ വാങ്ങിക്കാൻ വേണ്ടി കയറി. അശിക്ക് ഈ സ്ട്രീറ്റ് ഫുഡ്സിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. ഈ ബേൽപൂരി ഒന്നും അശി തീരെ കഴിക്കില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഓപ്പോസിറ്റാണ്. അതായത് എനിക്ക് എരിവാണ് ഇഷ്ടം, അശിക്ക് എരിവ് ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കില്ല, അതായത് ബേൽപൂരി, പാനിപ്പൂരി. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, നോൺ വെജിനോടാണ് അശിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അശിക്ക് വേണ്ടി ഷവർമ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ബേൽപൂരി ഉണ്ടല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെ വീട് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ കൈയൊക്കെ കഴുകി വന്നു. ഫസ്റ്റ് നമ്മുടെ ബേൽപൂരിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്രയും എന്താ പറയുക, ഭയങ്കര കഴിക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് ബേൽപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിന് ബേൽപൂരി എന്ന് പറയത്തേ ഇല്ല, അത്രയും അബദ്ധമായിരുന്നു. ഇത് കഴിച്ചപ്പോഴാണ് എനിക്ക് എന്തൊരു സന്തോഷം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു ഈ പൊരീൻ്റെ. അവിടെ നിന്ന് തന്നെ കഴിച്ചാൽ കുറച്ചുകൂടെ അടിപൊളിയായനെ. എന്തായാലും സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.